പ്രിയ ദൈവജനമേ, ആഗമന കാലത്തിലെ 9-ാം ദിവസമായ ഇന്ന് ഹൃദയം തുറക്കാമെന്ന ചിന്താവിഷയത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ധ്യാനിക്കാം. ക്രിസ്തുമസ് നമ്മുടെ വാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഭൗതികമായ ഒരുക്കങ്ങൾക്കപ്പുറം നമ്മുടെ ആന്തരിക ഒരുക്കങ്ങൾക്ക് പ്രാധാന്യം നാം നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ ബേത്ലഹേമിൽ സത്രമുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിൽ കർത്താവിന് വേണ്ടി, ഉണ്ണി ഈശോയ്ക്ക് വേണ്ടി നാം ഇടമൊരുക്കണം. യേശയ്യായുടെ പ്രവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരുഭൂമിയിൽ കർത്താവിനായി വഴി ഒരുക്കുവാനും അവിടത്തേക്കുള്ള പാത നേരെയാക്കുവാനുമാണ്. ഈ ആഹ്വാനം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി പാപത്തിൻ്റെ കല്ലുകൾ മാറ്റിക്കളഞ്ഞ് ദൈവകൃപ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കാനുള്ള മനോഹരമായ, ഹൃദ്യമായ ഒരു ക്ഷണമാണ്. സഹോദരി, ഈശോ നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നു. അത് ഉള്ളിൽ നിന്ന് നാമാണ് തുറക്കേണ്ടത്. നാം അത് തുറന്നാൽ അവിടുന്ന് നമ്മോടൊപ്പം വസിക്കും. നമ്മുടെ ഉള്ളിലെ അഹംഭാവവും സ്വാർത്ഥതയും വിദ്വേഷവും ഉപേക്ഷിച്ച് എളിമയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാവങ്ങൾ നമുക്ക് നിറയ്ക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ ഉദരത്തിൽ ഈശോയെ വഹിച്ചതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലും അവിടുത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ജീവനുള്ള നടക്കുന്ന സക്രാരികളായി നാം ഓരോരുത്തരും മാറണം. ഈ ആഗമനകാലം അനുരഞ്ജനത്തിൻ്റെ കാലമാണ് സഹോദരങ്ങളെ. അതിനാൽ നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നവരോടും പിണങ്ങിക്കഴിയുന്നവരോടും ക്ഷമ ചോദിക്കുവാനും ക്ഷമ കൊടുക്കുവാനും നാം തയ്യാറാകണം. ഹൃദയം തുറക്കുമ്പോൾ മാത്രമേ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും നമ്മളിലേക്ക് കടന്നു വരൂ. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും അവിടുത്തെ സ്നേഹത്തിനായി തുറന്നു കൊടുക്കാം. ഈശോയെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു ഹൃദയവുമായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവാനുഗ്രഹം നമ്മിൽ നിറയട്ടെ. ആമേൻ.